വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിന്റെ തിരുപാദപീഠത്തെങ്കിൽ അടുത്ത് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. വളരെ പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വേഗത്തിൽ ഒരു തിരുവചനം വായിച്ച് ആമേൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. ആമേൻ ആമേൻ സ്തോത്രം. ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു വേദഭാഗം ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ആമേൻ ഈ വേദഭാഗത്തു നിന്നും ദൈവം എന്തോ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെയും ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ആമേൻ സ്തോത്രം. ഒന്ന് പറയാൻ കഴിയണം ഇന്ന് പ്രഭാതത്തിൽ. ആമേൻ സ്തോത്രം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഏതൊക്കെ വലിയ പ്രതികൂലങ്ങൾ എൻ്റെ മുമ്പിലൂടെ കടന്നു പോയാലും, ഏത് വലിയ പ്രതിസന്ധി എൻ്റെ ലൈഫിലൂടെ കടന്നു പോയാലും, ആമേൻ സ്തോത്രം, ജയിക്കുന്ന ആമേൻ എന്നെ ജയിപ്പിക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു തുടങ്ങണം. ആമേൻ. ഈ പ്രഭാതം ആരംഭിക്കുമ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞു തുടങ്ങണം. ആമേൻ ഹല്ലേലൂയ. എന്തു വലിയ പ്രതിസന്ധി എന്റെ മുമ്പിൽ കടന്നു വന്നാലും, ഏത് വലിയ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയാലും അതിനകത്ത് ജയിപ്പാൻ അല്ലെങ്കിൽ ജയിക്കാൻ ആമേൻ ഹല്ലേലൂയ എന്നെ അനുവദിക്കുന്ന, ആ വിഷയങ്ങൾക്കകത്തു നിന്നെല്ലാം എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവിക സമാധാനം എന്റെ കൂടെയുണ്ട് എന്ന് ആമേൻ വിശ്വസിക്കുന്നവർ എന്ന പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് നല്ലൊരു ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ആമേൻ സ്തോത്രം. നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ആമേൻ ഒരു മേഖലയ്ക്കകത്തോടാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ആമേൻ സ്തോത്രം, ലോകത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. അപ്പൊ ധൈര്യം പകരണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ 24-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചത്, ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ആമേൻ. അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ സ്തോത്രം. കർത്താവ് നമ്മളോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ സ്തോത്രം. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആമേൻ എങ്ങനെയാണോ കർത്താവിനോട് ചോദിക്കേണ്ടത് അതനുസരിച്ച് നമ്മൾ ചോദിക്കുവാൻ തയ്യാറാകുമ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ പൂർണ്ണമായി നമ്മൾ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ആമേൻ സമർപ്പിക്കുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലത് സംസാരിച്ചുകൊണ്ട് ആമേൻ ദൈവപാദപീഠത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 26-ാമത്തെ വാക്യം കൂടെ ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നും വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്കൊരു കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ആമേൻ അതിന്റെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്തില് യേശു കർത്താവ് ആമേൻ ഈ ഭൂമിയിലേക്ക് വന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആമേൻ. അതിന്റെ 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ യെശയ്യാ ചാപ്റ്റർ 9:6 നമ്മളോട് ഇപ്രകാരമാണ് പറയപ്പെടുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആമേൻ സ്തോത്രം. നിങ്ങൾ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. ഇത്രയും ആമേൻ എല്ലാ കാര്യങ്ങളും ആമേൻ ഏൽപ്പിച്ചു കൊടുത്ത, അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്നും സകല വിഷയങ്ങളും ഒരു കുഞ്ഞിന്റെ മേൽ, ഒരു ശിശുവിന്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്.
ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് ഈ പറയുന്ന ദൂത് നിങ്ങളത് ശ്രദ്ധിച്ചോണം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ആമേൻ, സ്തോത്രം. ഇത് നമ്മളെ നോക്കിയും പറയണം. ആമേൻ, ഈ ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചു വീണ സമയം മുതൽ ഈ നിമിഷം വരെയും ആമേൻ ഹല്ലേലൂയ, ലോകത്തിന്റെ ഒരു ശക്തിയും എന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തെ ജയിച്ച ഒരുവൻ എന്റെയും നിങ്ങളുടെയും അകത്തുള്ളപ്പോൾ ആമേൻ ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അഥവാ ഒരു ശത്രു നമ്മുടെ ജീവിതത്തിനകത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നു, ആമേൻ, യോഹന്നാൻ എഴുതിയ സുവിശേഷം പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ആമേൻ, സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ഈ വേദഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തിൽ ഉറയ്ക്കപ്പെടട്ടെ ഇന്ന് പ്രഭാതത്തിൽ. ആമേൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പറയപ്പെടേണ്ട ചില വചനങ്ങളാണ് നമ്മളോട് കർത്താവ് ഇന്ന് ആമേൻ ഹല്ലേലൂയ സംസാരിക്കപ്പെടുന്നത്. കൊലോസ്യ ലേഖനത്തിനകത്തില് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. ആമേൻ, ഞാൻ ആ വാക്യം ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം അതിന്റെ ആമേൻ 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഇവിടെയാണ് പറയുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ആമേൻ, സ്തോത്രം. നമ്മൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും ആമേൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലക്കളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ഗമദയുടെയും ആമേൻ ഗോൽഗോഥായുടെയും ആമേൻ നെറുകയിൽ തന്റെ ശരീരത്തിനകത്തു നിന്നും അവസാന തുള്ളി രക്തം ആമേൻ ഈ ഭൂമിയിൽ ചൊരിയപ്പെടുമ്പോഴും ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ രക്തത്തിലൂടെ ആമേൻ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ഏത് പ്രതികൂലങ്ങൾക്കകത്തും നമ്മുടെ ഏത് പ്രതിസന്ധിക്കകത്തും നമ്മളോട് കൂടെ നിന്ന് ആമേൻ നമ്മളെ അതിനകത്തു നിന്നും സംരക്ഷിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ആമേൻ ഒരു സർവശക്തനായ ദൈവം ആമേൻ ഹല്ലേലൂയ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ യേശു കർത്താവ് മാത്രമാണ് എന്ന് പൂർണ്ണമായ ഹൃദയത്തിനകത്തിൽ ഉറച്ചുകൊള്ളുക ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. ഒരാളെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല, ഒരു വ്യക്തിയെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ആമേൻ, നമ്മുടെ പരിസരത്തുള്ളവരെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ആമേൻ, നിന്റെ ഭവനത്തിനകത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ റൂമിനകത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തിനകത്തിലാണ് നിനക്ക് വേണ്ടിയുള്ള വിടുതൽ കരുതി വെച്ചിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. മഹത്വം എന്റെ കൂടെയാണ്, മഹത്വത്തിൽ ഞാൻ വസിക്കുന്നു, അതുകൊണ്ട് എന്നെ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഒരു ശത്രു എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്റെ ശരീരത്തെ ഒരുപക്ഷെ മുറിവേൽപ്പിക്കാതിരിക്കാം. ആമേൻ, എന്റെ ശരീരത്തിനെ ആമേൻ എന്റെ ശരീരത്തിനകത്തു നിന്നും ആമേൻ രക്തം ധാരയായി ഒഴുകുന്നു എന്നേക്കാം. ആമേൻ, ഞാൻ ഒരിക്കലും അതിനെ ഓർത്ത് ഭാരപ്പെടുന്നില്ല, ഞാൻ ഒരിക്കലും അതിനെ ഓർത്ത് ഞാൻ വിലാപിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. എന്നെ അയച്ചവൻ അറിയാം എന്നെ എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുത്തോണം കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തിയോ അന്യഭാഷകളിലോ ആമേൻ 1-2 നിമിഷങ്ങൾ നിങ്ങളുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേൻ ഈ മാസം നടക്കേണ്ട വിഷയത്തിനകത്തിൽ ആമേൻ ഈ 2025 ആമേൻ ഹല്ലേലൂയ ജൂൺ മാസം ആമേൻ 3-ാം തീയതി പ്രഭാത സമയത്ത് ഞാൻ ആത്മാവിൽ ആമേൻ ഒരു ദൂതിനെ നിങ്ങൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തനാണ് കേട്ടോ. അവൻ നിങ്ങളെ ഒരിക്കലും ആമേൻ ഉപേക്ഷിച്ച് കളയത്തില്ല, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്തി കളയത്തില്ല. ആമേൻ ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണെന്ന് പ്രഭാതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആമേൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. ഉടമന ഹദരഗടഗസിയാന്തന. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. ആമേൻ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ, അടുത്ത പറയുന്നത് സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പിതാവിന് പ്രസാദമുള്ളത് ചെയ്തു.
ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണേ, ദൈവം യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട് ആമേൻ തന്റെ ഇഷ്ടപ്രകാരമല്ല ജീവിച്ചത്. എന്നുവെച്ചാൽ ലോകത്തിന്റെ ഇഷ്ടപ്രകാരമല്ല ജീവിച്ചത്. ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ലോകത്തിൽ ഒത്തിരി വിഷയങ്ങൾ മുമ്പിൽ വന്നിരുന്നു. പക്ഷെ അതിനെ ഒന്നും ആമേൻ താൻ മൈൻഡ് പോലും ചെയ്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും ഒരു സഹോദരിയെ കൊണ്ടുവന്നിട്ട് യഹൂദന്മാര് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഇവൾ പാപിയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവള് വ്യഭിചാരികയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ അവരോട് ചോദിച്ചു, ആമേൻ, നിലത്ത് കൈകൊണ്ടിങ്ങനെ എഴുതിയിട്ട് ചോദിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ആമേൻ. എടുത്ത കല്ലുകളെല്ലാം താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആമേൻ, സ്തോത്രം, അവർ ആ ദേശം വിട്ട് കടന്നുപോയി. ആ സമയത്ത് യേശു കർത്താവ് സഹോദരിയോട് പറഞ്ഞു, ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. ആമേൻ, ഹല്ലേലൂയ. ഇനിമേൽ നീ ലോകത്തിന് ജീവിക്കരുത്. ഇനിമേൽ നീ ആമേൻ ഹല്ലേലൂയ ലോകമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് ഇടകലരരുത്. കാരണം ആമേൻ ഹല്ലേലൂയ ഞാനാണ് നിന്നെ നിയമിച്ചിരിക്കുന്നത്, ഞാനാണ് ആമേൻ സ്തോത്രം നിന്നെ നിർമ്മിച്ചിരിക്കുന്നവൻ. ആമേൻ. അതുകൊണ്ട് ആമേൻ സ്തോത്രം, നീ ലോകത്തിനുള്ളതല്ല, നീ ദൈവത്തിനുള്ളതാണ്. ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, പിന്നെയോ ആമേൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ആമേൻ. ദൈവത്തിന് വേണ്ടി ആമേൻ കൊടുക്കുക. ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മളെ മാനിക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിനകത്തില് കർത്താവ് നമ്മളോട് പറയുന്ന 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആമേൻ ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതുകൊണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാര്യം? കലങ്ങരുത്. അപ്പൊ കലക്കമുള്ള സാധനം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തിൽ കൺമുമ്പിൽ കടന്നു വരുന്നുണ്ടല്ലോ. ആമേൻ. കലക്കത്തെ കൊണ്ടുവരുന്ന കുടുംബത്തിനകത്ത് കലക്കം കൊണ്ടുവരും. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ജോലി മേഖലയ്ക്കകത്ത് കലക്കം കൊണ്ടുവരും. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്കകത്ത്, മിനിസ്ട്രിക്കകത്ത് കലക്കം കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? നിന്നെ ഇതിനകത്തുനിന്ന് മാറ്റിക്കളയണം. ആമേൻ. നീ ഇതിനകത്ത് നിൽക്കരുത്. നീ ഇതിനകത്ത് നിന്ന ചില വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ആമേൻ ഹല്ലേലൂയ നന്നായിട്ട് അറിയാവുന്ന ഒറ്റ ഒരുത്തൻ കൂടുണ്ട്. അവനാണ് ലോകത്തിന്റെ ശത്രുവായ പിശാച്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂതനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കലങ്ങിപ്പോകുന്ന ഹൃദയവുമായിട്ടല്ല ഇരിക്കേണ്ടത്. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹൃദയവുമായിട്ടിരിക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്തിലേക്ക് കയറ്. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയുകയാണ്, എന്റെ അതിനടുത്ത ശേഷമുള്ള വചനം പറയുന്നുണ്ട്, നിത്യതയെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട. ആമേൻ ഹല്ലേലൂയ. ദൈവം ആമേൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പ്രഭാതത്തിൽ ഐ എൻകറേജ് യു. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ലോകത്തെ ജയിച്ചവരാണ്. അതായത് ശത്രുവിനെ ജയിച്ചവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനത്തിനകത്തില് ആമേൻ സ്തോത്രം ഒരു പദം ഇങ്ങനെ പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ആമേൻ. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം ആമേൻ അതിന്റെ 37 വായിക്കപ്പെടുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആമേൻ. നോ ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ courageous through him who loves us. ആമേൻ ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, യേശു നമ്മെ സ്നേഹിച്ചു. അവൻ മുഖാന്തരം ഏതിലൊക്കെയും ഈ ലോകത്തിന്റെ ശത്രുവിന്റെ മുമ്പിൽ ആമേൻ സ്തോത്രം നമുക്ക് ജയമുണ്ട്. ആമേൻ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ യേശു കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ വിശ്വാസത്തിൽ ഉറക്കപ്പെടുക. ആമേൻ. ശത്രു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കകത്ത് നമ്മൾ തകർന്നു പോകരുത്. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ആമേൻ, തകരാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ, പണിയുവാനാണ്. ആമേൻ 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 പണിയുവാനാണ്. ഓ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് പണിതെടുക്കുവാൻ തക്കവണ്ണം. ആമേൻ. ശത്രുവിനെ തകർക്കുന്ന, ശത്രുവിന്റെ കോട്ടകളെ ഇടിക്കുന്ന, ദൈവത്തിൽ നിന്ന് ആമേൻ ചിലത്
പ്രാപിക്കുവാനുള്ള ആമേൻ ഒരു ആത്മതപനത്തോടുകൂടി ഈ പ്രഭാത സമയത്ത് ആമേൻ 1 യോഹന്നാൻ അതിന്റെ ആമേൻ സ്തോത്രം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളോട് സംസാരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെ ജയിച്ചുമിരിക്കുന്നു? ആമേൻ പൈശാചിക ലോകങ്ങളെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ആമേൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ആമേൻ ഈ പ്രഭാതത്തിൽ ആമേൻ കരമുയർത്തി കർത്താവിന് നല്ലൊരു ആമേൻ പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തോണം കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ലോകത്തിലുള്ളവനേക്കാളിലും ആമേൻ ഏറ്റവും വലിയവനാണ് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നവൻ. ആമേൻ ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? യേശു കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ? ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തകർത്ത് തരിപ്പണമാക്കി കാൽവരി ക്രൂശിൽ ആമേൻ ചലിക്കാൻ കഴിയാത്ത രീതിയിൽ 2 കൈയും 2 ആമേൻ കാലും ആണിമേൽ ചേർത്തടിച്ചു, മരക്കഷ്ടത്തിനോട് ചേർത്തടിച്ചു വെച്ചപ്പോഴും പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, എന്നെ ഓർത്ത് കരയണ്ട. എന്നെ കോൺഫിഡന്റ് ലെവലാണ് നോക്കിക്കേ, എന്നെ ഓർത്ത് കരയണ്ട. ആമേൻ. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി വിലപിക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നു, നിന്റെ കണ്ണുനീരിനെ ആമേൻ ഹല്ലേലൂയ നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ആമേൻ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ചലിക്കപ്പെടുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ചില ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നോക്കി വിലപിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, അതിനെ ഓർത്ത് കരയുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ജയത്തോടെ ആമേൻ ജയത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ ഹല്ലേലൂയ. 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചതാകുന്നു. ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ ആമേൻ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ മനസ്സിലായോ? പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുമ്പോഴും ആമേൻ ഒരു സർവശക്തന്റെ കര നമ്മളോട് കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഏതു വലിയ പൈശാചിക കോട്ടകൾക്കകത്ത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ തകർന്നു പോകുമെന്ന് ആമേൻ നമ്മുടെ ഹൃദയത്തിനകത്തിൽ അങ്ങനെ ചില അങ്കലാപ്പുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കേട്ടു. ആമേൻ ഹല്ലേലൂയ. 3 ബാലന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ആമേൻ രാജാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നെബൂഖദ്നേസർ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ ഉണ്ടാക്കിയ ഈ ബാൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ ആമേൻ സ്തോത്രം നീ ആരാധിക്കണം. തപ്പിന്റെയും ആമേൻ ഹല്ലേലൂയ സ്തോത്രം കൊട്ടിന്റെയും കുരവകളുടെയും ഒക്കെ ആമേൻ സ്തോത്രം അതിന്റെ വാദ്യോപകരണങ്ങളുടെ അതിന്റെ ഉച്ചം അതിന്റെ സംഗീതം ഉയരുമ്പോൾ നിങ്ങൾ ഈ ബാൽ വിഗ്രഹത്തിനെ ആരാധിക്കണം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അവൻ ലോകത്തിൽ നിന്നുള്ള വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ സഹോദരങ്ങളോട് ആ സഹോദരങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഒരിക്കലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം വിട്ടുകളയത്തില്ല, ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നു. ആ 3 ബാലന്മാർ ആമേൻ ഹല്ലേലൂയ നെബൂഖദ്നേസർ എടുത്തൊരു തീരുമാനം ഇതായിരുന്നു, ഇനി ഇവരെ ആമേൻ ഈ ഭൂമുഖത്ത് വെച്ചേക്കരുത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇവർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവനെ, ആമേൻ ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് നിൽക്കുന്നവനെ ആമേൻ ഒരു ശക്തിക്കും തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അവരെ ഹല്ലേലൂയ എരിയുന്ന തീച്ചുളയ്ക്കകത്തിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് നെബൂഖദ്നേസർ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഇനി ഇവർ പുറത്തു വരുത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഇനി ഇവർ പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം അവിടെ നെബൂഖദ്നേസർ വിളിച്ചു പറഞ്ഞപ്പോൾ ആമേൻ വിശ്വസിക്കുന്നവന്റെ അകത്തു നിന്നും ആമേൻ ആ തിരുവെഴുത്ത് ആമേൻ അവൻ ഉച്ചരിച്ചു തുടങ്ങിയപ്പോൾ അവനെ ആർക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ തീച്ചുളുടെ ആഴം വർദ്ധിച്ചു. ആമേൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വർദ്ധിച്ചു തുടങ്ങി. ഇനി ഒരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല. ഇനി എല്ലാ പ്രതികൂലങ്ങൾക്കകത്തൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ആമേൻ വിലപിച്ചുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രഭാതം നിങ്ങളുടെ പ്രഭാതമാണ്. ഹല്ലേലൂയ. ഒരു ശത്രുവിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഒരു ലോകത്തിന്റെ ശക്തിയും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ലോകത്തെ ജയിച്ചവൻ നിങ്ങളുടെ അകത്ത് ഉണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. അവനൊരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. 3 ബാലന്മാരെ അതിനകത്ത് ഈ ചുളയ്ക്കകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ ഹല്ലേലൂയ സംഭവിച്ചത് എന്താണ്? ആമേൻ ഹല്ലേലൂയ. ആരാണോ പറഞ്ഞത്? നെബൂഖദ്നേസർ വിളിച്ചു പറഞ്ഞു, ഞാൻ 3 പേരെ ഇട്ടു,
നാലാമതായ ഒരുത്തൻ അതിന്റെ നടുവിൽ നിറങ്ങി നിൽക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒരൊറ്റ വാക്കിനകത്തില് ആമേൻ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ കഴിഞ്ഞു. 3 ബാലന്മാർ ഏറ്റെടുത്തൊരു വിശ്വാസം, ആ വിശ്വാസത്തിനകത്ത് നെബൂഖദ്നേസറിന്റെ മനസ്സിനെ തിരിക്കുവാൻ കഴിഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ 3 പേരെ ഇട്ടു, പക്ഷെ നാലാമതായി ഒരുത്തൻ അതിനകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവരെ പുറത്തു കൊണ്ടുവരിക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്രകൃതിയല്ല കൽപ്പിക്കുന്നത്, നിന്റെ വിധി എഴുതുന്നത്. ആമേൻ, ഹല്ലേലൂയ. പ്രകൃതിയല്ല നിന്റെ വിധി എഴുതുന്നത്. ഒരുപക്ഷെ നിന്റെ ആമേൻ ദേശത്ത് കാറ്റും മഴയും ഒക്കെ ഉണ്ടാകാം. ആമേൻ, പ്രതികൂലങ്ങൾ ഒത്തിരി കടന്നു വരാം. പക്ഷെ നിന്നെയോ നിന്റെ കുടുംബത്തെയോ തൊടുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ പറയട്ടെ, ആമേൻ, ശത്രു എത്ര ഭീകരനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും ആമേൻ അതിനെ ജയിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ പ്രസൻസ് ഓഫ് ഗോഡ് ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിനകത്തില് അവൻ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ദൈവജനത്തിന്റെ മേൽ അസാധാരണമായത് വ്യാപരിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം പുറത്താക്കപ്പെട്ടു. ഇനി എന്താണ്? അനേക രോഗികളുടെ അടുത്ത് പോയി, അനേക ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി, കയ്യിലിരുന്ന സമ്പത്ത് മുഴുവനും ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഡോക്ടേഴ്സിന് കൊടുത്തു. ഇനി എന്താണ് നെക്സ്റ്റ്? ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, ഇനി എന്താണ് നെക്സ്റ്റ്? ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കിനി എല്ലാം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. കാരണം എന്റെ മേഖലയ്ക്കകത്തിൽ ഞാൻ ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ലോകത്തിലുള്ളത് സകലതും ചെയ്തു. ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ ലൈഫ് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇനി ഇവിടെ അവസാനിക്കുമോ എന്ന് പോലും തോന്നിപ്പോകുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീ ആമേൻ ആ കൂട്ടത്തിനകത്തിലേക്ക് ചെന്നിട്ട് ആമേൻ അതിന് നടുവിൽ തിക്കിയും തിരക്കിയും ചെന്ന് അവൾ ഇത്രയും ആഗ്രഹിച്ചുള്ളൂ, യേശുവിനോട് പറയണം, എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ അവക്കറിയാം ഈ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് അത് സംഭവിക്കത്തില്ല. എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ അതിനു വേണ്ടി യാത്ര ചെയ്യുന്നു. ആമേൻ, എന്തുമായിക്കോട്ടെ ഞാൻ മൂവ് ചെയ്യുകയാണ്. എന്നോട് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിനോട് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. ലോകത്തെ ജയിക്കണമോ? യു ആർ മൂവ്. നീ മൂവ് ചെയ്യണം. നീ മൂവ് ചെയ്യാൻ മതിയാകും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നു കൊണ്ട് ആമേൻ മൂവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ആമേൻ, ഫൈനൽ ഡെസ്റ്റിനിയിൽ നിനക്ക് ചിലത് കാണുവാനായിട്ട് കഴിയും. ആമേൻ, ഹല്ലേലൂയ. ഒരു ശത്രുവിനെ നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. 12 വർഷത്തെ രക്തസ്രാവത്തെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവളുടെ വിശ്വാസത്തെ അവൾ പറഞ്ഞപ്പോൾ, അവളുടെ വിശ്വാസത്തെ അവൾ ഏറ്റെടുത്തപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ശരീരത്തിൽ നിന്നും ആ രക്തസ്രാവം 12 വർഷം കൊണ്ടു നടന്ന ഒരു ഭൂതശക്തി അവളുടെ ശരീരത്തിനകത്തു നിന്നും വിട്ടുപോയി. This is believing. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണം എന്ന് പകലിൽ. ആമേൻ, ഹല്ലേലൂയ. ഏത് വിഷയമായിക്കോട്ടെ, ഏത് രോഗത്തിന്റെ അവസ്ഥയായിക്കോട്ടെ, അതിനകത്തു നിന്നും വിടുവിക്കുന്ന ഒരു അരുമനാഥന്റെ കരം. അതാണ് കർത്താവ് പറഞ്ഞത്, I have overcome the world. ആമേൻ. ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നു എന്റെ ശരീരത്തെ തകർത്തു കളഞ്ഞു, പിടയ്ക്കുവാൻ കഴിയാൻ പോലും കഴിയാതെ, ദാഹിച്ച വെള്ളം കുടിക്കാൻ കഴിയാതെ, ശ്വാസമെടുക്കാൻ കഴിയാതെ, 2 കൈയും 2 കാലും ഒരു മരക്കുരിശിൽ അടിച്ചു വെച്ചിട്ട് ശ്വാസം പോലും എടുക്കാൻ കഴിയത്തില്ല. നിങ്ങളത് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഒന്ന് ശ്വാസം എടുക്കാൻ കഴിയത്തില്ല. ശരീരത്തിലെ രക്തം മുഴുവനും വാർന്നൊഴുകി. ഇനി എന്ത്? ആമേൻ. കൈവിടാത്തവനായ ഒരു അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് മകനും ധൈര്യത്തോടെ നിൽക്കാൻ കഴിയും. ഏത് മകൾക്കും ധൈര്യത്തോടെ നിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആമേൻ ഇങ്ങനെ പറഞ്ഞത്, ആമേൻ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്
ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി അപ്പാ. ആ സാന്നിധ്യത്തിനായിട്ട് നന്ദി കർത്താവേ, ആ കൃപകൾക്കായിട്ട് നന്ദി അപ്പാ. കേൾപ്പിച്ച ദൈവശേഷം പോലെ I have overcome the world. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇനി എന്നെ ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ അപ്പന്റെ മകനാണ്. സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. ഈ പ്രഭാതത്തിൽ കേൾപ്പിച്ച ദൈവശബ്ദത്തിനോട് ഞങ്ങൾ പ്രതികരിക്കുന്ന അപ്പാ, ഇനി ഒരു ശത്രുവിനെ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കടന്നു വന്നിരിക്കുന്ന സകല ജനത്തെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ